റിലീസായിട്ട് തന്നെ ഒരുപാട് സിനിമകൾ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് റിലീസാവുന്നുണ്ട്. നമുക്ക് സെപ്റ്റംബറിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകളൊന്ന് നോക്കിയാലോ. ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നടക്കുന്ന വിവാദ വിഷയങ്ങളെ അല്ലെങ്കിൽ ഒരു അഴിമതികളെ ബേസ് ചെയ്ത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന സീരീസാണ് ഫാമ എന്ന് പറയുന്നത്. നിവിൻ പോളിയാണ് ഈ ഒരു സീരീസിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. ഈ ഒരു സീരീസ് സെപ്റ്റംബർ 5-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതാണ്. ഈ സെപ്റ്റംബർ 5-ാം തീയതി തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമയാണ് മോദ എന്ന് പറയുന്നത്. സിനിമയുടെ പോസ്റ്റർ തന്നെ രസകരമായ ഒരു സംഭവമാണ്. ഒരു ആന നിൽക്കുന്ന ഒരു രീതിയിലാണ് സിനിമ. ചിലപ്പോൾ ഒരുപക്ഷെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റ് കാണിക്കുന്നതാണോ അതോ ഫോറസ്റ്റിനെ ബേസ് ചെയ്തുള്ളതാണോ എന്നുള്ളത് സിനിമ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദിലീഷ് പോത്തൻ, രഞ്ജിത്ത് പ്രതാപ് കോംബോയിൽ വരുന്ന മോദ എന്ന് പറഞ്ഞ സിനിമയും ഈ ഒരു സെപ്റ്റംബർ 5-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ആൻ്റണി വർഗീസ് പെപ്പയുടെ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് കാട്ടാളൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ പോസ്റ്റർ തന്നെ ഗംഭീരമായിരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അല്ല പക്ക ഒരു ബ്രൂട്ടൽ ആക്ഷൻ ബേസ്ഡ് സിനിമയായിരിക്കും എന്നുള്ളത് ആ പോസ്റ്ററിൽ തന്നെ വ്യക്തമാണ്. ഈ കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ 13-ാം തീയതിയാണ് റിലീസിന് ഒരുങ്ങുന്നത്. ഗഹനചാരി എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ വ്യത്യസ്തമായ ഒരു പ്ലോട്ടായിരുന്നു സിനിമ പങ്കുവച്ചത്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്നതിലുപരിയായിട്ട് നമ്മളെ കൂടുതൽ ചിന്തിപ്പിച്ച സിനിമ കൂടിയാണ് ഗഹനചാരി എന്ന് പറഞ്ഞത്. അപ്പം ഈ ഗഹനചാരി എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ് അരുൺ ചന്തു. ഈ അരുൺ ചന്തുവിൻ്റെ വരാൻ പോകുന്ന അടുത്ത സിനിമയാണ് വല എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടീസറും പോസ്റ്ററും എല്ലാം തന്നെ ഒരുപാട് ആകാംക്ഷ നിർത്തിയ പോസ്റ്ററുകളാണ്. ജഗതി ചേട്ടൻ്റെ ആ ഒരു പോസ്റ്ററിനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഈ അരുൺ ചന്തുവിൻ്റെ വരാൻ പോകുന്ന വല എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ വരാൻ പോകുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ബേസ്ഡ് ആയ ഒരു സിനിമയാണ് നിമ്രോഡ് എന്ന് പറയുന്നത്. ആ ഒരു സിനിമയുടെ ടീസറും അതുപോലെ തന്നെ പോസ്റ്ററും ഓൾറെഡി റിലീസായിട്ടുണ്ട്. എനിക്കൊന്നു ഷൈൻ്റെ വ്യത്യസ്തമായ ഒരു പ്രകടനമായിരിക്കും ഈ ഒരു സിനിമയിൽ കാണാൻ പോകുന്നത്. ഈ ഒരു സിനിമയും റിലീസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. പ്രണവ് മോഹൻലാലിന് ശേഷം ആ ഒരു മോഹൻലാൽ ഫാമിലിയിൽ നിന്ന് അടുത്തൊരു വ്യക്തി കൂടി സിനിമയിലേക്ക് വരാൻ പോവുകയാണ്. മോഹൻലാലിൻ്റെ ഇളയ മകളായ വിസ്മയാണ് അടുത്ത സിനിമയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ വിസ്മയയുടെ ആദ്യ സിനിമ എന്ന് പറയുന്നത് ആശീർവാദ് ഫിലിംസിൻ്റെ ബാനറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമയുടെ പോസ്റ്റർ ഇത് ഓൾറെഡി റിലീസായിട്ടുണ്ട്. തുടക്കം എന്നാണ് ഈ ഒരു സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ സെപ്റ്റംബറിലാകും. ഇതാണ് സെപ്റ്റംബറിലെ പ്രധാനപ്പെട്ട റിലീസുകൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.